നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അലുമിനിയം മെറ്റീരിയലുകളുടെ അനിയന്ത്രിതമായ വിലവർധനവെന്ന ആരോപണം. അലുമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ലയൺസ് ഇന്റർനാഷണൽ ആദ്യമായി കാസർഗോഡ് ജില്ലാ കോൺഫറൻസ് സംഘടിപ്പിക്കുന്നു. ലയൺസ് കാർണിവൽ എന്ന പേരിൽ റിപ്പബ്ലിക് ദിനമായ ജനുവരി 26 വൈകുന്നേരം 5 മണിക്ക് പടന്നക്കാട് ബേക്കൽ ക്ലബിലാണ് പരിപാടി. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ഇനി കാസർഗോഡ് ജില്ലയിൽ ജാഥകളുടെ കാലം. മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും BJPയുടെയും ഉൾപ്പെടെ ഡസൻ കണക്കിന് ജാഥകളാണ് വരും ദിവസങ്ങളിൽ കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിക്കുന്നത്. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചു. മാലിക് ദിനാർ കൾച്ചറൽ ഫോറം ഏർപ്പെടുത്തിയ 7ാമത് സയ്യിദ് തൊഹിറുൽ അഹ്ദൽ അവാർഡിന് കേരള മുസ്ലിം ജമാഅത്ത് കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറിയും സുന്നി പ്രസ്ഥാനത്തിന്റെ സമുന്നത സാരഥിയുമായ പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനിയെ തെരഞ്ഞെടുത്തു. JCAയുടെ ഭാഗമായി ജെകോം കാഞ്ഞങ്ങാട് 1.0 എന്ന ബിസിനസ് പ്ലാറ്റ്ഫോമിന്റെ ഇൻസ്റ്റലേഷൻ സെറിമണി നടന്നു. കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിലാണ് ഇൻസ്റ്റലേഷൻ സെറിമണി സംഘടിപ്പിച്ചത്. പുല്ലൂർ ശ്രീ കണ്ണാങ്കോട്ട് ഭഗവതിക്കാവ് കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കം. കാഴ്ച സമർപ്പണ ഘോഷയാത്ര നടന്നു. വാർത്തകൾ വിശദമായി. അലുമിനിയം മെറ്റീരിയലുകളുടെ അനിയന്ത്രിതമായ വിലവർധനവെന്ന ആരോപണം. അലുമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. അലുമിനിയം മെറ്റീരിയലുകളുടെ അനിയന്ത്രിതമായ വിലവർധനവ് എന്നാരോപിച്ചായിരുന്നു അലുമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ ജില്ലയുടെ വിവിധ മേഖലയിൽ നിന്നായി 200ഓളം പ്രവർത്തകർ പങ്കെടുത്തു. ധർണാസമരം അൽക്ക സംസ്ഥാന സെക്രട്ടറി അനിൽകുമാർ കണ്ണൂർ ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ഈ അടുത്ത കാലത്ത് 2021 ശേഷം 2023 ശേഷം നമ്മുടെ അലുമിനിയത്തിൻ്റെ വില കുതിച്ചു വരികയാണ് ഉണ്ടായിരുന്നത്. ഈ പറഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിൽ 180ഓളം രൂപ അലുമിനിയം ഉൽപ്പന്നത്തിൻ്റെ വില വർദ്ധിച്ചിട്ടുണ്ട്. അത് നമ്മുടെ മേഖലയെ പിടിച്ചു നിർത്തുന്നതിന് പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കാരണം ഏതൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടും അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്ക് നടക്കാത്ത ഒരു മേഖലയില്ല. നിർധന കുടുംബത്തിലായാലും വലിയ ഫ്ലാറ്റുകളിലായാലും അലുമിനിയം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം നമ്മൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി MLA-മാർക്കും MP-മാർക്കും നമ്മൾ നിവേദനം നൽകിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയെന്ന രീതിയിൽ ഒരു പ്രതിഷേധ സമരം കൂടിയാണ് ഇത്. അൽക്ക ജില്ലാ പ്രസിഡന്റ് സുരേന്ദ്രൻ പാണംതോട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഹാരിസ് ചെറുവത്തൂർ സ്വാഗതം പറഞ്ഞു. രതീഷ് പള്ളിക്കര, വിനോദ് കീച്ചേരി, ശ്രീജിത്ത് എരുമക്കുളം, സോണി ജോൺ, സുജിത് അമ്പങ്ങാട്, വിജിത് KV പുങ്ങംചാൽ, MM പ്രേംകുമാർ എന്നിവർ സംസാരിച്ചു. മനോജ് കരുവളം നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലയൺസ് ഇന്റർനാഷണൽ ആദ്യമായി കാസർഗോഡ് ജില്ലാ കോൺഫറൻസ് സംഘടിപ്പിക്കുന്നു. ലയൺ കാർണിവൽ എന്ന പേരിൽ റിപ്പബ്ലിക് ദിനമായ ജനുവരി 26 വൈകുന്നേരം 5 മണിക്ക് പടന്നക്കാട് ബേക്കൽ ക്ലബിലാണ് പരിപാടി. ജില്ലയിലെ 35 ക്ലബ്ബുകളിൽ നിന്നും പ്രതിനിധികളും കുടുംബാംഗങ്ങളുമായി 1000ഓളം പേർ ജില്ലാ കോൺഫറൻസിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ലയൺസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തണമെന്ന് തോന്നുന്നില്ല. കാര്യം 100-105ഓളം വർഷമായി ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്ന സേവന സന്നദ്ധ സംഘടനയാണ് ലയൺസ് ഇന്റർനാഷണൽ. ഈ കാലയളവിൽ ലോകത്താകമാനം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തി ലോകത്തിന്റെ ശ്രദ്ധ ഐക്യരാഷ്ട്രസഭയിൽ അംഗീകരിച്ച ഐക്യരാഷ്ട്രസഭ ആഘോഷിക്കുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ലയൺസിന്റെ സ്ഥാപക ദിനമാണ്. അപ്പോൾ അത്രത്തോളം പ്രാധാന്യം ഈ പ്രസ്ഥാനത്തിനുണ്ട്, പാരമ്പര്യമുണ്ട്, ചരിത്രമുണ്ട്. ഈ പ്രസ്ഥാനം ഇന്ത്യയിൽ
പ്രവർത്തിച്ചു വരുന്നു. കേരളത്തിലെ കോഴിക്കോടാണ് ആദ്യമായി ഇത് തുടങ്ങിയത്. ഇപ്പോൾ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് ജില്ലകൾ ഉൾപ്പെടുന്ന 318E കേരളത്തിൽ 14 ജില്ലകളാകെയുള്ളതിൽ ഞങ്ങൾക്ക് ലയൻസിനെ സംബന്ധിച്ചോളം 6 ജില്ലകളാണ്. 2, 3, 4 ജില്ലകൾ ക്ലബ് ചെയ്തിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. 6 ജില്ലകളിലായിട്ടാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അതിൽ ഈ ഭാഗത്തുള്ള ജില്ലകൾ 5 ജില്ല ഒരുമിച്ച് 318E എന്നാണ് ഞങ്ങളുടെ നമ്പർ ഡിസ്ട്രിക്റ്റിൻ്റെ. അത് ഇന്റർനാഷണൽ തരുന്ന നമ്പറാണ്. അപ്പോൾ കുറേ വർഷമായി ഗംഭീരമായി പ്രവർത്തിച്ചു വരുന്നു. ഈ വർഷം കോഴിക്കോടിലെ രവി ഗുപ്ത എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിന്റെ ഗവർണർ. ലയൻസിന്റെ നേതാവിനെ നമ്മൾ ഗവർണർ എന്ന് വിളിക്കുക. ലയൻസ് ഗവർണർ രവി ഗുപ്ത എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു 300 അംഗ കമ്മിറ്റിയാണ് പ്രവർത്തനങ്ങൾ ഏകോപിച്ച് നടപ്പിലാക്കി വരുന്നത്. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഈ വർഷം എടുത്തു പറയേണ്ട പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് 6.5 കോടി രൂപ ചെലവഴിച്ച് വടുവഞ്ചാലിൽ വലിയൊരു ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അത് മുണ്ടക്കയിൽ, ചൂരമേലിലും പ്രളയം ബാധിച്ചവർക്ക് വേണ്ടിയുള്ള സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. മറ്റു നാട്ടുകാർക്ക് സൗജന്യ നിരക്കിലാണ് ചികിത്സ. അത് ഓൾറെഡി ഉദ്ഘാടനം ചെയ്ത് ലയൻസിന്റെ ഇന്റർനാഷണൽ പ്രസിഡന്റ് AP സിംഗ്, ഇന്ത്യക്കാരനാണ് ഇപ്പോൾ ലയൻസ് ലോകം ഭരിക്കുന്നത്. AP സിംഗ് എന്ന് പറയുന്ന അദ്ദേഹം വന്ന് ഉദ്ഘാടനം ചെയ്തു. ഗംഭീരമായി അത് പ്രവർത്തിച്ചു വരുന്നു. ഇതിനൊന്നും നാട്ടിൽ നിന്ന് നമ്മൾ പിരിവെടുത്തതല്ല, ലയൻസിന്റെ തനത് ഫണ്ടിൽ നിന്നാണ് ഇത് ചെയ്തത്. ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനം ഞാൻ പ്രസ് റിലീസ് നിങ്ങൾക്ക് തരാം. ഞങ്ങൾ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ടല്ല ഈ പത്രസമ്മേളനം വിളിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ ആദ്യമായിട്ട് ലയൻസിന്റെ ഒരു സമ്മേളനം നടക്കുകയാണ്. ലയൻസിന്റെ വിപുലമായ ഒരു സമ്മേളനം നടക്കുന്നു. ജനുവരി 26-ാം തീയതി റിപ്പബ്ലിക് ഡേ അന്ന് ബേക്കൽ ക്ലബ്ബിൽ വെച്ചിട്ടാണ് ഈ സമ്മേളനം. വൈകുന്നേരം 5 മണിക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടും. അതൊരു 10 മണി വരെ നീണ്ടു നിൽക്കുന്ന ഒരു സമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ കാസർഗോഡ് ജില്ലയിലെ പ്രതിനിധികൾ, കുടുംബാംഗങ്ങൾ ഒക്കെ പങ്കെടുക്കുന്നു. വൈകുന്നേരം 5 മണിക്ക് ബഹുമാനപ്പെട്ട കാസർഗോഡ് MP ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ എല്ലാ MLA-മാരും, ലയൻസ് ഒരു രാഷ്ട്രീയാതീത സംഘടന ആയതുകൊണ്ട് തന്നെ എല്ലാ MLA-മാരും വളരെ സജീവമായി സ്നേഹത്തോടെ പങ്കെടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ സിനിമാ താരം ടിനി ടോം അതിന്റെ സെലിബ്രിറ്റി ഗസ്റ്റായി പങ്കെടുക്കുന്നു. സീരിയൽ താരം വരുന്നു. അവരുടെ കളിക്കളം എന്ന് പറഞ്ഞ പ്രോഗ്രാം നടത്തുന്നു. വിവിധ ക്ലബ്ബുകൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളുണ്ട്. ഇതിനേക്കാളൊക്കപ്പുറം സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ട് ലയൻസ് ഈ വർഷം ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ് സ്ത്രീ സമ്മാൻ എന്ന് പറയുന്ന പദ്ധതി. ചെയർമാൻ ടൈറ്റസ് തോമസ്, ജില്ലാ സെക്രട്ടറി V വേണുഗോപാലൻ, പബ്ലിസിറ്റി ചെയർമാൻ സുകുമാരൻ പൂച്ചക്കാട്, പ്രോഗ്രാം കമ്മിറ്റി അജിത് കുമാർ ആസാദ്, സ്വീകരണ കമ്മിറ്റി സുകുമാരൻ നായർ, രജിസ്ട്രേഷൻ കമ്മിറ്റി രാജലക്ഷ്മി ടീച്ചർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ഇനി കാസർഗോഡ് ജില്ലയിൽ ജാഥകളുടെ കാലം. മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും BJPയുടെയും ഉൾപ്പെടെ ഡസൻ കണക്കിന് ജാഥകളാണ് വരും ദിവസങ്ങളിൽ കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിക്കുന്നത്. ഇത്തവണ KSU-വാണ് ഇതിന് തുടക്കം കുറിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അരികിലെത്തി നിൽക്കെ ഇനി സർക്കാരും പ്രതിപക്ഷവും BJPയും ഉൾപ്പെടെ ജനങ്ങളിലേക്ക്. ഡസൻ കണക്കിന് സംസ്ഥാന ജാഥകളാണ് കാസർഗോഡ് നിന്നും വരും ദിവസങ്ങളിൽ തുടക്കം കുറിക്കുന്നത്. ഇത്തവണ KSU-വാണ് ഇതിന് തുടക്കം കുറിച്ചത്. ചൊവ്വാഴ്ചയാണ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൻസി കണക്ട് യാത്ര ആരംഭിച്ചത്. LDF-ന്റെയും UDF-ന്റെയും സംസ്ഥാന ജാഥകൾ ഫെബ്രുവരി ആദ്യവാരമാണ്. ഈ മാസം 23-ന് ചേരുന്ന BJP യോഗത്തിൽ NDA സംസ്ഥാന ജാഥയുടെ തീയതിയിൽ തീരുമാനമാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി മറികടക്കാനും 3-ാം വട്ടവും ഭരണം പിടിക്കാനും ലക്ഷ്യമിട്ട് LDF ഇത്തവണ 3 മേഖലാ വികസന മുന്നേറ്റ ജാഥകളാണ് നടത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ കാസർഗോഡിൽ നിന്നും ഫെബ്രുവരി 1-ന് ഉച്ചയ്ക്ക് 3 മണിക്ക് കുമ്പളയിൽ നിന്നും ആരംഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ജാഥ ഉദ്ഘാടനം ചെയ്യും. ഫെബ്രുവരി 6 മുതൽ മാർച്ച് 6 വരെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കാണ് UDF-ന്റെ പുതുയുഗയാത്ര. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന യാത്ര കേരളത്തെ വീണ്ടെടുക്കാൻ UDF എന്ന മുദ്രാവാക്യമുയർത്തിയാണ്. സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലൂടെയും യാത്ര കടന്നുപോകും. ജാഥ മാർച്ച് 6-ന് പുത്തരിക്കണ്ടം മൈതാനിയിൽ സമാപിക്കും. ഇതിനു പുറമെ വിവിധ രാഷ്ട്രീയ പാർട്ടി ഘടകകക്ഷികളുടെ യാത്രകളും ഫെബ്രുവരി മാസത്തിൽ കാസർഗോഡ് നിന്നും തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചു. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചത്. TS ഡാനിഷ് മോഡറേറ്ററായി. സെമിനാറിൽ K ശ്രീകാന്ത് സ്വാഗതം പറഞ്ഞു. മനോരമയിലെ നഹാസ് മുഹമ്മദ്, ദേശാഭിമാനിയിലെ വർഗീസ് MO, മാധ്യമത്തിലെ രവീന്ദ്രൻ രാവണേശ്വരം, ജന്മഭൂമിയിലെ ശശികുമാർ എന്നിവർ പങ്കെടുത്തു.
കേരളത്തിലെ പൊതുസമൂഹം ഉണർന്നിരുന്നത് കൊണ്ട് തന്നെ അതിനെല്ലാം കൃത്യമായ രീതിയിൽ പ്രതിരോധിച്ചുകൊണ്ട് നിരന്തര സമര പരിപാടികളിലൂടെ അതിനെ നടപ്പാക്കുന്നതിന് വേണ്ടി അനുവദിക്കാത്ത രൂപത്തിലുള്ള ഒരു പോരാട്ടം ആണ് ഹയർ സെക്കൻഡറി മേഖലയിലുള്ള സംഘടനകൾ നടത്തിയത് എന്ന് നിസ്തർക്കമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അത് കേരളത്തിൽ നടന്നിട്ടുള്ള പോരാട്ടത്തിന്റെ ചരിത്രം ഞങ്ങളുടെ സമ്മേളനത്തിന്റെ മുദ്രാവാക്യമായി കൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യം അത് സൂചിപ്പിക്കുന്നുണ്ട്. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം, പോരാട്ടം, പ്രതിരോധം, അതിജീവനം എന്നുള്ളതാണ്. നിരന്തര പോരാട്ടങ്ങളിലൂടെ തന്നെയാണ്, പ്രതിരോധിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു കഴിഞ്ഞ 10 വർഷം മുന്നോട്ട് പോയിട്ടുള്ളത്. അത് അതിജീവിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോഴും ആ രീതിയിൽ ഇതിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഈ ഒരു ഹയർ സെക്കൻഡറി സംവിധാനത്തെ തകർക്കുന്ന രീതിയിൽ, കാരണം ഇത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾ അവർ പഠിക്കുന്ന പൊതുവിദ്യാലയങ്ങളാണ്. അവർക്ക് ക്രിയാത്മകമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകേണ്ടതുണ്ട്. അവരെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് കയറ്റിവിടേണ്ടതുണ്ട്. കേരളത്തിനകത്തും പുറത്തും, ഇന്ത്യക്കകത്തും പുറത്തും അവർ ഉന്നത സ്ഥാനങ്ങളിലേക്ക് കയറി പോകേണ്ടതുണ്ടെങ്കിൽ വളരെ ക്രിയാത്മകമായിട്ടുള്ള വിദ്യാഭ്യാസം അവർക്ക് നൽകുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേരളത്തിലെ ഹയർ സെക്കൻഡറി സംവിധാനത്തെ തകർക്കാതെ, 35 വർഷം പൂർത്തിയാക്കുന്ന ഈ ഒരു മേഖലയെ തകർക്കാതെ അതുപോലെ തന്നെ നിലനിർത്തി ശാക്തീകരിക്കണം എന്നുള്ളൊരു ആവശ്യം നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അഡ്വക്കേറ്റ് എം രാധാകൃഷ്ണൻ, പ്രകാശ് പെങ്ങലാട്ട് എന്നിവർ സംസാരിച്ചു. റോണി ജേക്കബ് നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുല്ലൂർ ശ്രീ കണ്ണാങ്കോട്ട് ഭഗവതി കാവ് കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. കാഴ്ച സമർപ്പണ ഘോഷയാത്ര വർണ്ണാഭമായി നടന്നു. പുല്ലൂർ ശ്രീ കണ്ണാങ്കോട്ട് ഭഗവതി കാവ് കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. മഹോത്സവത്തിന്റെ ഭാഗമായി വേലാശ്വരം ശ്രീ വ്യാസേശ്വരം ശിവക്ഷേത്രത്തിൽ നിന്നും കാഴ്ച സമർപ്പണ ഘോഷയാത്ര നടന്നു. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും വിവിധ കലാരൂപങ്ങളുടെയും വൈദ്യുത ദീപാലങ്കാരത്തിന്റെയും അകമ്പടിയോടുകൂടി നടന്ന കാഴ്ച സമർപ്പണത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ജനുവരി 23-ന് തെയ്യം കൂടൽ. വൈകുന്നേരം 6 മണിക്ക് ഇരട്ടക്കുട്ടിച്ചാത്തൻ, കുളിച്ചുതോറ്റം, അന്തിക്കോലം, അന്തികുളികൻ, ഭൂതം, ഭൈരവൻ, രക്തജാതൻ, പൊട്ടൻ തെയ്യം എന്നീ തെയ്യങ്ങളുടെ പുറപ്പാട് നടക്കും. ജനുവരി 24-ന് രാവിലെ 8 മണി മുതൽ പന്നിക്കുളത്ത് ചാമുണ്ടി, ഗുളികൻ, കണ്ണാങ്കോട്ട് ചാമുണ്ടി, രക്തചാമുണ്ടി, ആരണ്യത്ത് ഭഗവതി, വിഷ്ണുമൂർത്തി, ഗുളികൻ എന്നീ തെയ്യങ്ങളുടെ പുറപ്പാട് നടക്കും. ന്യൂസ് ബ്യൂറോ, പുല്ലൂർ. ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പദ്ധതിയായ വീട്ടുമുറ്റ പുസ്തക ചർച്ച നടത്തി. അക്ഷര സൗഹൃദത്തിന്റെ ഭാഗമായാണ് കേശവ് ജി സ്മാരക ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വിക്ടോർ യൂഗോയുടെ പാവങ്ങൾ ചർച്ച ചെയ്തത്. അമ്പലത്തറ ഇലഞ്ഞിമരച്ചോട്ടിൽ പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ CK സബിത ഉദ്ഘാടനം ചെയ്തു. ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പദ്ധതിയായ വീട്ടുമുറ്റ പുസ്തക ചർച്ച അക്ഷര സൗഹൃദത്തിന്റെ ഭാഗമായി കേശവ് ജി സ്മാരക ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വിക്ടോർ യൂഗോയുടെ പാവങ്ങൾ ചർച്ച ചെയ്തു. അമ്പലത്തറ ഇലഞ്ഞിമരച്ചോട്ടിൽ പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ CK സബിത ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ അന്യന്റെ
ശബ്ദം സംഗീതം പോലെ ശ്രവിക്കാൻ കഴിയുന്ന ഒരു ലോകത്തിന് വേണ്ടിയിട്ട്, ആ ലോകത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ, രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലായിക്കോട്ടെ, സാമൂഹ്യ പ്രവർത്തനങ്ങളിലായിക്കോട്ടെ, സാംസ്കാരിക പ്രവർത്തനങ്ങളിലായിക്കോട്ടെ, അതിൽ ഇടപഴകുമ്പോഴും അത് അന്യന്റെ ആ ഒരു സംഗീതം ശ്രവിക്കാൻ കഴിയുന്ന ഒരു ലോകത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇത്തരം കൃതികളെല്ലാം ഏറ്റെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്കറിയാൻ വേണ്ടി കഴിയും. നമുക്കറിയാം കേശവജി പോലുള്ള വായനശാലകൾ, ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളെല്ലാം എല്ലാ വർഷവും പ്രശസ്തമായിട്ടുള്ള സാഹിത്യകൃതികളെ, ലോകോത്തര സാഹിത്യകൃതികളെയെല്ലാം, വിശ്വസാഹിത്യ കൃതികളെയെല്ലാം എടുത്ത് അത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഒരു പുരോഗമനപരമായിട്ടുള്ള ഒരു മുന്നേറ്റം നാടിന് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവാദങ്ങളും ചർച്ചകളുമാണ് അത്തരം വേദികളിലേക്ക് സംഘടിപ്പിക്കപ്പെടുന്നത്. അഡ്വക്കേറ്റ് ടി.കെ. സുധാകരൻ പുസ്തകം അവതരിപ്പിച്ചു. അമ്പലത്തറ നാരായണൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം കെ. സുനിത, പഞ്ചായത്ത് സമിതി കൺവീനർ അബ്ദുൾ ലത്തീഫ് പെരിയ, ബാലൻ കുന്നുമ്മൽ, വി. ഭാസ്കരൻ, അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ, രാജേഷ് കറിയ തുടങ്ങിയവർ സംസാരിച്ചു. പി. ജയരാജ് സ്വാഗതവും ഗോപി മുളവന്നൂർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ദേശീയ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പ് നടത്തുന്ന വിദ്യാർത്ഥികൾക്കായി തൃക്കരിപ്പൂർ കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന MP ജോസഫ് ജ്ഞാന കേന്ദ്ര, KM മാണി കാരുണ്യ IAS അക്കാദമി നേതൃത്വത്തിൽ ഏകദിന സൗജന്യ പരിശീലന ക്യാമ്പ് നടത്തി. തൃക്കരിപ്പൂർ സി ഉസ്താദ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിശീലന പരിപാടി സംസ്ഥാന മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി MP ജോസഫ് IAS ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂരിൽ നിന്ന് ഒരു ജില്ലാ കളക്ടർ എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി കഴിഞ്ഞ 3 വർഷങ്ങളിലായി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിവിധ സ്കൂളുകളിൽ പഠിക്കുന്ന 7ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് USS പരിശീലനത്തിലൂടെ തുടങ്ങി NMMS, ഒളിമ്പ്യാഡ് ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകൾക്ക് വരെ സജ്ജരാക്കുന്നതാണ് പ്രാഥമിക സൗജന്യ പരിശീലന കോഴ്സ്. 3 ബാച്ചുകളിലായി 180 വിദ്യാർത്ഥികളാണ് കാരുണ്യ IAS അക്കാദമിക്ക് കീഴിൽ പരിശീലനം നടത്തിവരുന്നത്. ദേശീയ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പ് നടത്തുന്ന വിദ്യാർത്ഥികൾക്കായാണ് തൃക്കരിപ്പൂരിൽ വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ ഏകദിന സൗജന്യ പരിശീലന ക്യാമ്പ് നടത്തിയത്. സ്കോളർഷിപ്പ് നേടിയാൽ +2 വരെ 4 വർഷം 48,000 രൂപയാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക. 8ാം തരത്തിൽ പഠിക്കുന്ന കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 350-ൽ പരം കുട്ടികൾ പങ്കെടുത്തു. തുടർന്ന് മാറ്റ്, സാറ്റ് മോഡൽ OMR പരീക്ഷയും നടന്നു. തൃക്കരിപ്പൂർ മുജമ്മൽ സി ഉസ്താദ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിശീലന ക്യാമ്പ് സംസ്ഥാന മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി MP ജോസഫ് IAS ഉദ്ഘാടനം ചെയ്തു. കുതിരയ്ക്ക് ദാഹം വേണം ഒരു പരീക്ഷ പാസ്സാകാൻ. കുതിരയെ നമുക്ക് വെള്ളത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കും, പക്ഷെ കുടിപ്പിക്കാൻ സാധിക്കില്ല. ഞങ്ങളെല്ലാം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വെള്ളത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് വെള്ളം കാണിച്ചു കൊടുക്കാണ് ചെയ്യുന്നത്. വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് വലിയൊരു കയ്യടി ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കാഴ്ചവെക്കണം. കുഞ്ഞുങ്ങളെ തന്നെ കയ്യടിക്കണമെന്ന്, എനിക്ക് ഭംഗിയായിട്ട് കയ്യടിക്കണമെന്ന് ഒന്നുകൂടി കയ്യടിച്ചോളൂ. KV രാഘവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. K. ശ്രീധരൻ മാസ്റ്റർ, P. ശശിധരൻ മാസ്റ്റർ, മുഹമ്മദ് തസ്നീം, മുഹമ്മദ് മുർഷിദ്, ജാബിർ സഖാഫി എന്നിവർ സംസാരിച്ചു. സൈലം പരിശീലകരായ ബാസിൽ അമീൻ, JR വൈശാഖ് എന്നിവർ പരിശീലന ക്യാമ്പിൽ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ആരോഗ്യ ഭക്ഷ്യ വകുപ്പുകളുമായി സഹകരിച്ച പാചക തൊഴിലാളികൾക്ക് ഭക്ഷ്യസുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ചെർക്കള IMAX ഓഡിറ്റോറിയത്തിൽ ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വസന്തൻ അജക്കോട് ഉദ്ഘാടനം ചെയ്തു. സുരക്ഷിതമായിട്ടുള്ള ഭക്ഷണം, അതുപോലെ തന്നെ ഗുണമേന്മയുള്ള ഭക്ഷണം ആളുകളിലേക്ക് എത്തിക്കാൻ നിങ്ങളതിൽ വലിയ പങ്ക് വഹിക്കുന്ന ആൾക്കാരാണ്. അപ്പം ജനങ്ങളിലേക്ക് സുരക്ഷിതമായിട്ടുള്ള ഭക്ഷണം എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പാർലമെന്റ് ഒരു ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്. 2006 FSS ആക്ട് എന്ന് പറയും, സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട്. അപ്പം ആ നിയമം പാസ്സാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കേന്ദ്ര മന്ത്രാലയം കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്വതന്ത്ര സ്ഥാപനമാണ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. 2008 നിലവിൽ വന്നിട്ടുള്ള അതോറിറ്റിയാണ്. അപ്പോൾ മാഡം എന്തിനാണ് ഈ ചരിത്രമൊക്കെ പറയുന്നത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കും. പക്ഷെ നമ്മളൊരു പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ ഭാഗമാകുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയൊരു ഓർഗനൈസേഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പം നിങ്ങൾ ബേസിക്കായിട്ട് എന്താണ് FSSAI, എന്താണ് FSS ആക്ട് എന്നതിനെ കുറിച്ചെങ്കിലും നാളെ ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ നിങ്ങൾ കൂടെയുള്ള ആൾക്കാർ ഇന്നൊരു ആക്ടിന്റെ ബേസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, അപ്പം അതെൻ്റെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ ഇത്രയും നമുക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇത്രയും വലിയൊരു ആക്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിന്റെ ഭാഗമായിട്ട് ഞാൻ പ്രവർത്തിക്കണം എന്നുള്ളൊരു ബോധം നിങ്ങൾക്കും ബാക്കി കൂടെ ഉള്ളവർക്കും കൂടി നിങ്ങൾക്ക് ബോധ്യം.
ജില്ലാ പ്രസിഡന്റ് PK അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു. നിയമപ്രകാരം ഫുഡ് സേഫ്റ്റി ലൈസൻസും മെഡിക്കൽ സർട്ടിഫിക്കറ്റും മറ്റ് എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നവരാണ്. ഫുഡ് സേഫ്റ്റി ലൈസൻസും മെഡിക്കൽ സർട്ടിഫിക്കറ്റുമില്ലാതെയും GST ഇല്ലാതെ കുറഞ്ഞ തുകയിൽ വൃത്തിഹീനമായ രീതിയിൽ ഒരു നിയമങ്ങളും പാലിക്കാതെ ജില്ലയിൽ 100 കണക്കിന് പേർ തട്ടുകടകളുടെ പേരിലും അല്ലാതെയും കാറ്ററിംഗ് നടത്തി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓഡിറ്റോറിയങ്ങളിൽ നിയമങ്ങൾ പാലിക്കാതെ ജോലി ചെയ്തു വരുന്നവരും ഓഡിറ്റോറിയം ഉടമകൾ ഫുഡ് സേഫ്റ്റി ലൈസൻസ് ഇല്ലാതെ കാറ്ററിംഗ് ഏറ്റെടുത്ത് നടത്തുന്നതും പതിവായിരിക്കുകയാണ്. അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ജില്ലാ മെഡിക്കൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് M ചന്ദ്രൻ, ഉദുമ മേഖല ഭക്ഷ്യസുരക്ഷാ ഓഫീസർ നിമിഷ PM എന്നിവർ സുരക്ഷിത ഭക്ഷണം പാചകത്തൊഴിലാളിയുടെ ഉത്തരവാദിത്വം എന്ന ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സൈനുദ്ദീൻ പടന്നക്കാട്, സെക്രട്ടറി മോഹനൻ C കുണ്ടംകുഴി, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സാദിഖ് BM നെല്ലിക്കുന്ന്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ കുഞ്ഞഹമ്മദ് വെള്ളിക്കോത്ത്, ബഷീർ EP നെല്ലിക്കട്ട, ജോയിന്റ് സെക്രട്ടറി രഘു കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ഇസ്മായിൽ ചേറ്റുകൊണ്ട്, സെക്രട്ടറി രഞ്ജിത്ത്, കാസർഗോഡ് മണ്ഡലം വൈസ് പ്രസിഡന്റ് യൂസഫ് നെല്ലിക്കട്ട, ജനറൽ സെക്രട്ടറി താജുദ്ദീൻ നെല്ലിക്കുന്ന്, ജോയിന്റ് സെക്രട്ടറി EP സാലി ആദൂർ, നിസാർ NE തളങ്കര, ട്രഷറർ സിദ്ദിഖ് ബാലടുക്കം എന്നിവർ സംസാരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി അബൂബക്കർ കല്ലൂരാവി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി അബ്ദുൾ സലാം കുമ്പള നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സത്സംഗം മാവുങ്കാൽ 1 വർഷക്കാലം നടത്തുന്ന ശ്രീമദ് ഭാഗവത വിചാരസത്രത്തിന്റെ പ്രതിമാസ പരിപാടികൾക്ക് തുടക്കമായി. എല്ലാ മലയാള മാസവും ആദ്യത്തെ ബുധനാഴ്ചയാണ് ശ്രീമദ് ഭാഗവത വിചാരസത്രം നടത്തിവരുന്നത്. സത്സംഗം കാഞ്ഞങ്ങാടിന്റെ ഉപസമിതിയായ സത്സംഗം മാവുങ്കാൽ 1 വർഷക്കാലം നടത്തുന്ന ശ്രീമദ് ഭാഗവത വിചാരസത്രത്തിന്റെ പ്രതിമാസ പരിപാടികൾക്ക് തുടക്കമായി. എല്ലാ മലയാള മാസവും ആദ്യത്തെ ബുധനാഴ്ചയാണ് ശ്രീമദ് ഭാഗവത വിചാരസത്രം നടത്തിവരുന്നത്. ബ്രഹ്മശ്രീ എടമന ശ്രീധരൻ നമ്പൂതിരി ദീപപ്രജ്വലനം നടത്തി പരിപാടികൾക്ക് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് സത്സംഗം അംഗങ്ങൾ ഭാഗവത പാരായണം നടത്തി. സദ്ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വതി നമഃ. പ്രശസ്ത ഭാഗവതാചാര്യൻ തന്നിമംഗലത്ത് ഉണ്ണികൃഷ്ണ വാര്യർ പട്ടാനൂർ മുഖ്യപ്രഭാഷണം നടത്തി. പുരുഷാർത്ഥങ്ങളെ എന്നൊക്കെ പറയുന്ന 4 ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അപ്പോൾ ധർമ്മമാർഗത്തിൽ ഉള്ള കാര്യങ്ങളൊക്കെ നടക്കണം. ധർമ്മമാർഗത്തിലുള്ള കാമം ഉണ്ടാകണം, ധർമ്മമാർഗത്തിലുള്ള ആഗ്രഹങ്ങൾ നടക്കണം. അതായത് കാമത്തിൽ 2 സ്നേഹവും ആഗ്രഹവും 2 കാമം. PP രാധിക, സുമാ രാഘവൻ, സീതാ വാര്യർ, ഊർമിള സുരേഷ്, S ഷീല എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചെറുപനത്തടി സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സിൽവർ ജൂബിലി ആഘോഷം സമാപിച്ചു. മാർ ജോസഫ് പാംപ്ലാനി ഉദ്ഘാടനം ചെയ്തു. ചെറുപനത്തടി സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് വിപുലമായ പരിപാടികളോടെയാണ് നടന്നത്. മാർ ജോസഫ് പാംപ്ലാനി ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് ജില്ലയുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ സംഭാവന നൽകുക എന്ന ലക്ഷ്യത്തോടെ CFIC ഫാദേഴ്സ് ഇവിടെ വരികയും ഇവിടെ സ്കൂളും കോളേജും ആരംഭിച്ച് ഈ നാടിൻ്റെ മുഖച്ഛായ മാറ്റി എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. ഒരുപക്ഷെ ഈ CFIC ഫാദേഴ്സിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ ചെറുപനത്തടിക്ക് ഇന്ന് കാണുന്ന പ്രൗഢിയും പ്രതാപവും ഉണ്ടാകുമായിരുന്നില്ല. So on behalf of the entire people, irrespective of their caste and religion, I extend my sincere thanks to you, the CFIC fathers. സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് നിർമ്മിച്ച സ്മാരകം രാജ്മോഹൻ ഉണ്ണിത്താൻ MP അനാച്ഛാദനം ചെയ്തു. CFIC കോൺഗ്രിഗേഷൻ സുപ്പീരിയർ ജനറൽ ഫാദർ ബെന്നി മെക്കാട്ട അധ്യക്ഷത വഹിച്ചു. സന്യാസ സഭയുടെ ഇന്ത്യൻ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ ജോസ് മാത്യു പാറയിൽ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ വെച്ച് സിൽവർ ജൂബിലി സ്മരണിക പ്രകാശനം മാർ ജോസഫ് പാംപ്ലാനി ഫാദർ ബെന്നി മെക്കാട്ടിൻ നൽകിക്കൊണ്ട് നിർവഹിച്ചു. സ്കൂളിലെ മുൻ പ്രിൻസിപ്പൽമാരെയും സ്കൂളിൽ 25 വർഷം പൂർത്തിയാക്കിയ അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു. പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. രഘുനാഥ്, വൈസ് പ്രസിഡന്റ് M. പത്മകുമാരി,
ഫാദർ നന്നം പ്രേംകുമാർ, ഫാദർ ജോസഫ് പൂവത്തോലിൽ, ഫാദർ വർഗീസ് കൊച്ചുപറമ്പിൽ, ഫാദർ ജോർജ് പുറമടത്തിൽ, PTA പ്രസിഡന്റ് ടിറ്റോ ജോസഫ്, ജൂബിലി കൺവീനർ ബിന്ദു PC തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോസ് കളത്തിപ്പറമ്പിൽ സ്വാഗതവും അഡ്മിനിസ്ട്രേറ്റർ ഫാദർ രവിചന്ദ്ര നന്ദിയും പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ ഉൾപ്പെടുത്തിയ വർണ്ണാഭമായ പരിപാടികളും സ്നേഹവിരുന്നും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മാതോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായി മെഗാ തിരുവാതിരയും കൈകൊട്ടിക്കളിയും നടന്നു. നിരവധി ആളുകളാണ് കലാപരിപാടികൾ ആസ്വദിക്കാനായി എത്തിയത്. മാതോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ബ്രഹ്മകലശോത്സവത്തിന്റെ ഭാഗമായി സമാപന ദിവസം കലാവേദി മാതൃസമിതി ഗ്രൂപ്പ് അവതരിപ്പിച്ച മെഗാ തിരുവാതിരയും സേവാസമിതിയുടെ നേതൃത്വത്തിൽ ടീം മാതോത്ത് അവതരിപ്പിച്ച കൈകൊട്ടിക്കളിയും കലാവൈഭവം കൊണ്ട് ശ്രദ്ധേയമായി. 60ഓളം കലാവേദി മാതൃസമിതി അംഗങ്ങൾ ചേർന്ന് ഒരുക്കിയ മെഗാ തിരുവാതിരയിൽ കുട്ടികളും കൗമാരക്കാരും പ്രായമുള്ളവരും അണിനിരന്നു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ KP ബാലകൃഷ്ണൻ, ക്ഷേത്ര പ്രസിഡന്റ് കുഞ്ഞാമൻ നായർ, ജനറൽ കൺവീനർ തമ്പാൻ നായർ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി. സെക്രട്ടറി KV കുഞ്ഞിക്കണ്ണൻ, മാതൃസമിതി പ്രസിഡന്റ് രാജീവ്, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ CPV വിനോദ് കുമാർ, സേവാസമിതി സെക്രട്ടറി VK രതീഷ് തുടങ്ങിയവർ ചേർന്ന് മൊമെന്റോ സമ്മാനിച്ചു. തിരുവാതിരക്കളിയിൽ പങ്കെടുത്ത മുതിർന്ന അംഗം CP വിലാസിനിയെ മാതൃസമിതി സെക്രട്ടറി രാജമണി ആദരിച്ചു. വാദ്യകലാരത്നം മടിയൻ രാധാകൃഷ്ണമാരാരെ ക്ഷേത്ര പ്രസിഡന്റ് കുഞ്ഞാമൻ നായർ പൊന്നാട നൽകി ആദരിച്ചു. ബ്രഹ്മകലശോത്സവത്തിന്റെ ഭാഗമായി അന്നദാനവും മടിയൻ രാധാകൃഷ്ണമാരാരുടെ നേതൃത്വത്തിൽ തായമ്പകയും രാത്രി ഭഗവാന്റെ തിടമ്പ നൃത്തോത്സവവും നടന്നു. നിരവധി ആളുകളാണ് ചടങ്ങുകൾ ദർശിക്കാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കൊളവയിൽ മുട്ടുന്തലക്കണ്ടി ശ്രീ മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ട മഹോത്സവം ജനുവരി 23, 24 തീയതികളിൽ വിവിധ പരിപാടികളോടെ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അലുമിനിയം മെറ്റീരിയലുകളുടെ അനിയന്ത്രിതമായ വില വർധനവെന്ന ആരോപണം. അലുമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ലയൺസ് ഇന്റർനാഷണൽ ആദ്യമായി കാസർഗോഡ് ജില്ലാ കോൺഫറൻസ് സംഘടിപ്പിക്കുന്നു. ലയൺസ് കാർണിവൽ എന്ന പേരിൽ റിപ്പബ്ലിക് ദിനമായ ജനുവരി 26 വൈകുന്നേരം 5 മണിക്ക് പടന്നക്കാട് ബേക്കൽ ക്ലബിലാണ് പരിപാടി. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ഇനി കാസർഗോഡ് ജില്ലയിൽ ജാഥകളുടെ കാലം. മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും BJPയുടെയും ഉൾപ്പെടെ ഡസൻ കണക്കിന് ജാഥകളാണ് വരും ദിവസങ്ങളിൽ കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിക്കുന്നത്. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചു. മാലിക് ദിനാർ കൾച്ചറൽ ഫോറം ഏർപ്പെടുത്തിയ 7ാമത് സയ്യിദ് തൊഹിറുൽ അഹ്ദൽ അവാർഡിന് കേരള മുസ്ലിം ജമാഅത്ത് കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറിയും സുന്നി പ്രസ്ഥാനത്തിന്റെ സമുന്നത സാരഥിയുമായ പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനിയെ തെരഞ്ഞെടുത്തു. JCAയുടെ ഭാഗമായി ജെകോം കാഞ്ഞങ്ങാട് 1.0 എന്ന ബിസിനസ് പ്ലാറ്റ്ഫോമിന്റെ ഇൻസ്റ്റലേഷൻ സെറിമണി നടന്നു. കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിലാണ് ഇൻസ്റ്റലേഷൻ സെറിമണി സംഘടിപ്പിച്ചത്. പുല്ലൂർ ശ്രീ കണ്ണാങ്കോട്ട് ഭഗവതിക്കാവ് കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കം. കാഴ്ച സമർപ്പണ ഘോഷയാത്ര നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.